ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കുക. Give the circuit diagram and calculate the currents through two resistors 2 ohm and 10 ohm if they are in parallel and connected to a potential difference of 6 volt. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു സർക്യൂട്ട് ഡയഗ്രാം ഉണ്ടാക്കിയെടുക്കുക. തന്നിട്ടുള്ളത് 2 റെസിസ്റ്റേഴ്സ് ആണ്. ഏതൊക്കെയാണ് ആ റെസിസ്റ്റേഴ്സ്? ഒന്ന് R1 എന്നെടുക്കുകയാണ്, 2 ഓം ആണ്. രണ്ടാമത്തതിനെ R2 എന്നെടുക്കുകയാണ്, അത് 10 ഓം ആണ്. ഇനി ആ റെസിസ്റ്റേഴ്സിനെ പാരലലായിട്ട് കണക്ട് ചെയ്തു, അതിൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാം ആവശ്യപ്പെട്ടിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അതുകൊണ്ട് 2 റെസിസ്റ്ററുകളെ പാരലലായി കണക്ട് ചെയ്യുന്ന ഒരു സർക്യൂട്ട് ഡയഗ്രാം നമ്മൾ ആദ്യം വരക്കുന്നു. ഇവിടെ ഒരു സെല്ല് കൊടുക്കുന്നുണ്ട്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള സ്പെസിഫിക്കേഷനാണ് സെല്ലിന് കൊടുക്കുന്നത്, 6 വോൾട്ട് ആണ്. ഇതിനെ R1 എന്നും രണ്ടാമത്തെ ഈ റെസിസ്റ്ററിനെ R2 എന്നും വിളിക്കുന്നുണ്ട്. ഇതിൻ്റെ റെസിസ്റ്റൻസ് 2 ഓം ആണ്, ഇതിൻ്റെ റെസിസ്റ്റൻസ് 10 ഓം ആണ്. ഇവിടെ നിന്നാണ് മെയിൻ കറണ്ട് വരുന്നത്. ഈ ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ മെയിൻ കറണ്ട് 2ആയി സ്പ്ലിറ്റ് ചെയ്യും. R1ലൂടെ പോകുന്ന കറണ്ടിനെ I1 എന്നും R2ലൂടെ പോകുന്ന കറണ്ടിനെ I2 എന്നും വിളിക്കുന്നുണ്ട്. ഇതാണ് ഫിഗർ. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവുകയാണ്. നമുക്ക് വേണ്ടത് ഓരോ ബ്രാഞ്ചിലൂടെയും പോകുന്ന കറണ്ടാണ്. R1ഉം R2ഉം നമ്മൾ എഴുതി. ഇനി വോൾട്ടേജ് കൂടി എടുത്തെഴുതുകയാണ്. വോൾട്ടേജ് V ഈസ് ഈക്വൽ ടു 6 വോൾട്ട്. 6 വോൾട്ടാണ് വോൾട്ടേജ് എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്കിവിടെ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് കാണേണ്ട ആവശ്യം വരും. അതുകൊണ്ട് ഞാൻ ആദ്യം ഇക്വലൻ്റ് റെസിസ്റ്റൻസ് കാണാൻ പോവുകയാണ്. ഇക്വലൻ്റ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ക്യാപിറ്റൽ R ഈസ് ഈക്വൽ ടു, ഇത് പാരലൽ ആയതുകൊണ്ട് ഇക്വേഷൻ ഇങ്ങനെയാണ് വരിക, R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. ഇക്വേഷനിലുള്ളത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താ കിട്ടുക? 2 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 10. ക്യാപിറ്റൽ R അഥവാ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് അത് 1.6 ഓം ആണ് എന്ന് കിട്ടും. 1.6 ഓം ആണ് എന്നാണ് നമുക്കത് കിട്ടുന്നത്. ഇനി ഓംസ് ലോ പ്രകാരം വോൾട്ടേജ് V ഈസ് ഈക്വൽ ടു കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ആണല്ലോ. അവിടെ നിന്ന് എങ്ങനെയാണ് നമ്മൾ കറണ്ട് കാണുക? ഇവിടെ നമ്മൾ കറണ്ട് I ആണ് എടുത്തിട്ടുള്ളത്. എങ്ങനെയാണ് നമ്മൾ കറണ്ട് കാണുക? വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് ചെയ്താൽ പോരെ. അപ്പോൾ നമുക്കിവിടെ മെയിൻ കറണ്ട് കണ്ടൂടെ? ഇവിടുത്തെ വോൾട്ടേജ് 6 വോൾട്ടാണ്, ഡിവൈഡഡ് ബൈ ഇവിടുത്തെ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് 1.6 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ മെയിൻ കറണ്ട് 3.6 ആംപെയർ ആണ്. ഇവിടുത്തെ മെയിൻ കറണ്ട് 3.6 ആംപെയർ ആണ്. അതിൻ്റെ അർത്ഥം ഇവിടെ നിന്ന് വരുന്ന ഈ കറണ്ട് 3.6 ആംപെയർ ആയിരിക്കും ഉണ്ടാവുക. ഇനി നമുക്ക് വേണ്ടത് I1ഉം I2ഉം വേറെ വേറെ കാണുകയാണ്. ഞാൻ ആദ്യം I1 കാണാൻ പോവുകയാണ്. I1 എന്ന് പറയുന്നത് കറണ്ട് ത്രൂ R1 ആണ്. കറണ്ട് ത്രൂ R1, R1ലൂടെയുള്ള കറണ്ടിനെയാണ് നമ്മൾ I1 എന്ന് വിളിച്ചത്. എങ്ങനെയാണ് I1 കാണുക എന്ന് നമുക്ക് നോക്കാം. I1ന് നമ്മൾ പുതിയൊരു ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. I1ൻ്റെ ഇക്വേഷനാണ് മെയിൻ കറണ്ട് ഇൻറ്റു ഓപ്പോസിറ്റ് ബ്രാഞ്ചിലുള്ള റെസിസ്റ്റൻസ്. ആരാണ് ഇവിടെ ഓപ്പോസിറ്റ് ബ്രാഞ്ചിലുള്ള റെസിസ്റ്റൻസ്? അത് R2 ആണ്, ഡിവൈഡഡ് ബൈ സം ഓഫ് റെസിസ്റ്റൻസസ്. എങ്ങനെയാണ് സം ഓഫ് റെസിസ്റ്റൻസസ്? R1 പ്ലസ് R2 ചെയ്താൽ മതി. ഈ ഇക്വേഷൻ്റെ ആൻസർ I1 എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചിലൂടെയുള്ള കറണ്ട് ആയിരിക്കും നമുക്ക് തരിക. ഇവിടെ മെയിൻ കറണ്ട് 3.6 ആണ് നമുക്കറിയാം, ഇൻറ്റു ഓപ്പോസിറ്റ് ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R2 ആണ്. R2 എന്ന് പറയുന്നത് 10 ആണ്, ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 ആണ്, അതായത്
2 പ്ലസ് 10 എന്നാണ് ഇവിടെ താഴെ വരിക. I1 ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് കിട്ടും I1 ഈസ് ഈക്വൽ ടു 3 ആംപെയർ ആണ് നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയം കിട്ടുന്നത്. I1 3 ആംപെയർ ആണ്. ഇനി നമുക്ക് വേണ്ടത് I2 ആണ്. I2 കാണാൻ നമ്മൾ ചെയ്യേണ്ടത് കറണ്ട് ത്രൂ R2 ചെയ്യുകയാണ്. കറണ്ട് ത്രൂ R2 ആണ് ചെയ്യുന്നത്. അതാണ് I2. എങ്ങനെയായിരിക്കും I2ൻ്റെ ഇക്വേഷൻ? നേരത്തെ പറഞ്ഞ പോലെ മെയിൻ കറണ്ട് ഇൻറ്റു ഓപ്പോസിറ്റ് ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ്. ആരാണ് ഓപ്പോസിറ്റ് ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ്? R1 ആണ് ഇതിന് ഓപ്പോസിറ്റ് ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ്. മെയിൻ കറണ്ട് ഇൻറ്റു ഓപ്പോസിറ്റ് ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സം ഓഫ് റെസിസ്റ്റൻസസ്. എങ്ങനെയാണ് സം ഓഫ് റെസിസ്റ്റൻസസ്? R1 പ്ലസ് R2. ഇനി ഇക്വേഷനിലേക്ക് നമ്മുടെ വാല്യൂസിനെ നമ്മൾ കൊണ്ടു കൊടുത്താൽ 3.6 ഇൻറ്റു R1 2 ആണ് ഡിവൈഡഡ് ബൈ 2 പ്ലസ് 10 തന്നെ. ഇത് നമ്മൾ ചെയ്തു നോക്കുന്ന സമയം കിട്ടുന്ന വാല്യൂ 0.6 ആംപെയർ ആണ്. അപ്പോൾ നമുക്കിവിടെ I2 കിട്ടിയിട്ടുണ്ട്. അത് 0.6 ആംപെയർ ആണ്. ഇനി I2 കിട്ടാൻ ഇത്രയും വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. I1 കിട്ടിക്കഴിഞ്ഞാൽ I1ഉം I2ഉം കൂടി കൂടുന്നതാണല്ലോ I. അപ്പോൾ I നമ്മുടെ കയ്യിലുണ്ട് 3.6 ആണ്. I1 3 ആണെന്നും കിട്ടി. അങ്ങനെയാണെങ്കിൽ I2 എന്തായിരിക്കും? 0.6. Iയിൽ നിന്ന് I1 കുറച്ചാൽ മതി. എളുപ്പത്തിൽ നമുക്ക് അങ്ങനെ കണ്ടെത്തണം എന്നെങ്കിൽ അങ്ങനെയും ആവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ഗാൽവനോമീറ്റർ ഹാസ് എ റെസിസ്റ്റൻസ് 20 ohm and range 10 milliampere. Show how it could be converted into an ammeter to read up to 1 ampere. ക്വസ്റ്റ്യനിൽ ഒരു ഗാൽവനോമീറ്റർ ആണ് തന്നിട്ടുള്ളത്. ആ ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് 20 ohm ആണ്. അതിനളക്കാൻ പറ്റുന്ന മാക്സിമം കറണ്ട് 10 milliampere ആണ് എന്നും തന്നിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഈ ഗാൽവനോമീറ്ററിനെ ഒരു അമ്മീറ്റർ ആക്കി മാറ്റുക എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ പഠിച്ചിട്ടുള്ള ഒന്നാണ് ഗാൽവനോമീറ്ററിനെ എങ്ങനെയാണ് അമ്മീറ്റർ ആക്കി മാറ്റുക എന്നുള്ളത്. അതിൻ്റെ തിയറി പാർട്ട് മറ്റൊരു വീഡിയോയിലുണ്ട്, നിങ്ങൾക്കത് കാണാൻ പറ്റും. 1 ആംപെയർ വരെ അളക്കാൻ കഴിയുന്ന ഒരു അമ്മീറ്റർ ആക്കി മാറ്റുകയാണ് നമ്മുടെ ആവശ്യം. നമുക്ക് നോക്കാം. ഒരു സർക്യൂട്ടിൽ ഗാൽവനോമീറ്റർ ഉണ്ടെങ്കിൽ, ഗാൽവനോമീറ്റർ വളരെ ചെറിയ അളവിലുള്ള കറണ്ടിനെ മെഷർ ചെയ്യാനും അതിനെ ഡിറ്റക്ട് ചെയ്യാനും വേണ്ടിയിട്ടുള്ളതാണ്. അമ്മീറ്റർ എന്ന് പറയുന്നത് വലിയ അളവിലുള്ള കറണ്ടിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഗാൽവനോമീറ്റർ വെച്ച് നമുക്ക് എങ്ങനെയാണ് അതിനെ കൺവേർട്ട് ചെയ്തിട്ട് അമ്മീറ്റർ ആക്കി മാറ്റുക? ഗാൽവനോമീറ്ററിന് പാരലലായി ഒരു ഷണ്ട് റെസിസ്റ്റർ കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഷണ്ട് റെസിസ്റ്റർ, അതിൻ്റെ റെസിസ്റ്റൻസിനെ നമ്മൾ എസ് എന്ന് വിളിക്കും. ഇവിടേക്ക് വരുന്ന കറണ്ട് മെയിൻ കറണ്ടാണ്. ഈ മെയിൻ കറണ്ട് ഗാൽവനോമീറ്ററിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ അത് ഡാമേജ് ആവും. പക്ഷേ ഇവിടെ ഒരു ഷണ്ട് റെസിസ്റ്റർ എന്ന് പറയുന്ന ഒരു ലോ റെസിസ്റ്റൻസ് നമ്മൾ കൊണ്ടുവച്ചാൽ ഇതിലൂടെയായിരിക്കും ലാർജ് എമൗണ്ട് ഓഫ് കറണ്ട് പാസ് ചെയ്യുന്നത്. അതിനെ നമുക്ക് IS എന്ന് വിളിക്കാം. ഗാൽവനോമീറ്ററിലൂടെ അതിൻ്റെ റേഞ്ച് IG മാത്രമേ പാസ് ചെയ്യാറുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ഗാൽവനോമീറ്ററിൽ കാണിക്കുന്ന ഡിഫ്ലക്ഷൻ മെയിൻ കറണ്ടിന് പ്രൊപ്പോർഷണലായിരിക്കും. അങ്ങനെയാണ് നമ്മൾ ഇവിടെ അമ്മീറ്റർ ആക്കി മാറ്റുന്നത്. ഇതിന് ക്വസ്റ്റ്യനിലുള്ളതിനെ നമുക്കൊന്ന് എഴുതിയെടുക്കാം. ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് 20 ohm ആണെന്ന് തന്നിട്ടുണ്ട്. അത് G എന്ന ലെറ്ററാണ് നമ്മൾ ഉപയോഗിക്കാറ്. G 20 ohm ആണ്. റേഞ്ച് 10 milliampere ആണ്. അതായത് ഗാൽവനോമീറ്റർ വെച്ച് അളക്കാൻ പറ്റുന്ന മാക്സിമം കറണ്ട് 10 milliampere ആണ്. ആ വാല്യൂ ആണ് IG. IG ഈസ് ഈക്വൽ ടു 10 milliampere. മില്ലി ആംപെയറിലല്ല നമുക്ക് വേണ്ടത്, ആംപെയറിലാണ്. അതുകൊണ്ട് അതിനെ ആംപെയറിലേക്ക് കൺവേർട്ട് ചെയ്യണം. 10⁻³ കൊടുത്താൽ മില്ലി ആംപെയറിനെ ആംപെയർ ആക്കി മാറ്റാം. ഇതിൻ്റെ വാല്യൂ 0.01 ആംപെയർ എന്നാണ് വരുന്നത്. അതാണ് IG. ഇനി എത്ര വരെ, ഏത് ആംപെയർ വരെ അളക്കാൻ പറ്റുന്ന ഒരു അമ്മീറ്ററാണ് നമ്മുടെ ആവശ്യം? മെയിൻ കറണ്ട് 1 ആംപെയർ വരെ അളക്കാൻ പറ്റുന്ന ഒരു കറണ്ടാണ് നമുക്ക്, ഒരു അമ്മീറ്ററാണ് നമുക്ക് ആവശ്യം. അപ്പോൾ S എന്ന് പറയുന്ന ഷണ്ട് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എത്രയാണ് എന്നുള്ളത് അറിഞ്ഞാൽ മതി.
ആ വാല്യൂ ഉള്ള ഒരു ഷണ്ട് റെസിസ്റ്റൻസ് ഒരു ഗാൽവനോമീറ്ററിന് പാരലലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെ അമ്മീറ്റർ ആക്കി മാറ്റാം. എസ് എന്ന ഷണ്ട് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിലൊരു ഇക്വേഷൻ ഉണ്ട്. ഷണ്ട് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷനാണ് ഐ ജി ഇൻറ്റു ജി ഐ ജി ജി ഡിവൈഡഡ് ബൈ ഐ മൈനസ് ഐ ജി. ഐ ജി ഇൻറ്റു ജി ബൈ ഐ മൈനസ് ഐ ജി. ഇക്വേഷനിലേക്ക് നമുക്ക് കയ്യിലുള്ളതിനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഐ ജി 0.01 ആണ് ഇൻറ്റു ജി 20 ഓം ആണ് ഡിവൈഡഡ് ബൈ ഐ എന്നത് 1ഉം 1 മൈനസ് 0.01 ആണ്. ഇതിൻ്റെ ആൻസർ നമ്മൾ ചെയ്യുന്ന സമയം 0.4 ഓം എന്നാണ് കിട്ടുന്നത്. അതായത് ഷണ്ട് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 0.4 ഓം എന്നാണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മളത് ആൻസർ ആക്കി എഴുതുന്നത്? 0.4 ഓം റെസിസ്റ്റൻസ് വാല്യൂ ഉള്ള ഒരു റെസിസ്റ്ററിനെ ഗാൽവനോമീറ്ററിന് പാരലലായി കണക്ട് ചെയ്താൽ നമുക്കതിനെ ഒരു അമ്മീറ്റർ ആക്കി മാറ്റാൻ പറ്റും. ആ അമ്മീറ്റർ കൊണ്ട് നമുക്ക് 1 ആംപിയർ കറണ്ട് വരെ അളന്നെടുക്കാൻ പറ്റും. ഓക്കെ, അവസാനം നമ്മളതിനെ ഇങ്ങനെയാണ് എഴുതുന്നത്. ദിസ് ഷണ്ട് റെസിസ്റ്റൻസ് ഈസ് കണക്റ്റഡ് പാരലൽ ടു ദി galvanometer to convert it to an ammeter. ഈ ഗാൽവനോമീറ്ററിനെ ഒരു അമ്മീറ്റർ ആക്കി മാറ്റാൻ നമ്മൾ ഈ കണ്ടുപിടിച്ച വാല്യൂ ഉള്ള ഒരു ഷണ്ട് റെസിസ്റ്റൻസ് അതിന് പാരലലായിട്ട് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തത് റെസിസ്റ്റിവിറ്റി കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 7th one. The resistance of a copper wire of length 100 meter and radius 0.3 millimeter is 6 ohm. Calculate the resistivity of copper. കോപ്പറിൻ്റെ റെസിസ്റ്റിവിറ്റി കണ്ടെത്തുക. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? കോപ്പർ വയറിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്. L is equal to 100 meter. അതിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട് 0.3 mm. ഇത് മില്ലിമീറ്റർ ആണ്. മില്ലിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ ഇൻറ്റു 10⁻³ കൊടുത്താൽ മതി. ഈ വാല്യൂ 0.0003 m എന്നായി മാറും. ഇതാണ് റേഡിയസ് ഓഫ് ദ കോപ്പർ വയർ. ഇതിൻ്റെ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ R ഈസ് ഈക്വൽ ടു 6 ഓം ആണ് എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. റെസിസ്റ്റിവിറ്റി ആണ് കാണേണ്ടത്. റെസിസ്റ്റിവിറ്റിക്ക് ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ആ ഇക്വേഷൻ അറിയില്ല എങ്കിൽ നമുക്ക് ക്യാപിറ്റൽ ആറിൻ്റെ ഇക്വേഷനിൽ നിന്ന് റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. റോ എൽ ബൈ എ ആണ് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ. അവിടെ നിന്ന് റോ റെസിസ്റ്റിവിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ നമുക്ക് ഉണ്ടാക്കാം. എ ആറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയാൽ മതി. ആർ എ ബൈ എൽ. അതായത് ഇവിടെ നമുക്ക് ഏരിയ എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി കൂടി ആവശ്യമുണ്ട്. ഏരിയ ഈസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ ആണ്. പൈ ഇൻറ്റു ഇവിടെ ആറ് 0.0003 സ്ക്വയർ ആണ്. ഏരിയ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 2.82 ഇൻറ്റു 10⁻⁻7 മീറ്റർ സ്ക്വയർ എന്ന ഒരു വാല്യൂ ആണ്. ഇതാണ് ഏരിയ. അങ്ങനെയാണെങ്കിൽ റോയുടെ ഇക്വേഷനിൽ ഇത് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ റെസിസ്റ്റൻസ് 6 ഓം ആണ്. 6 ഇൻറ്റു ഏരിയ 2.8 ഇൻറ്റു 10⁻⁻7 ഡിവൈഡഡ് ബൈ എൽ. എൽ 100 മീറ്റർ ആണ്. ഇത് കാൽക്കുലേറ്ററിൽ വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ 1.68 ഇൻറ്റു 10⁻⁻8 എന്നാണ്. 10⁻⁸ യൂണിറ്റ് ഓം മീറ്റർ ആണ്. റെസിസ്റ്റിവിറ്റി ആണ്. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ഓം മീറ്റർ.
എട്ടാമത്തെ ക്വസ്റ്റ്യൻ, രണ്ട് റെസിസ്റ്ററുകൾ തന്നിട്ടുണ്ട്, അവയുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടെത്താനാണ്. പാരലലായി കണക്ട് ചെയ്യുന്ന സമയത്തും സീരീസായി കണക്ട് ചെയ്യുന്ന സമയത്തും ആ രണ്ട് റെസിസ്റ്ററുകളുടെ റെസിസ്റ്റൻസ്, എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയായിരിക്കും എന്നുള്ളത് കണ്ടെത്തി എഴുതാനാണ്. 6 മാർക്കിൻ്റെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ആദ്യം നമുക്ക് സീരീസ് നോക്കാം. എങ്ങനെയാണ് രണ്ട് റെസിസ്റ്ററുകളെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നത്? ഒന്നാമത്തെ റെസിസ്റ്റർ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ റെസിസ്റ്റർ. ആദ്യത്തെ റെസിസ്റ്ററിനെ R1 എന്നും രണ്ടാമത്തെ റെസിസ്റ്ററിനെ R2 എന്നും വിളിച്ചാൽ R1 ആണ് 6 ഓം, R2 2 ഓം ആണ്. സീരീസിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ക്യാപിറ്റൽ R എന്നത് ഇൻഡിവിജ്വൽ റെസിസ്റ്ററുകളുടെ റെസിസ്റ്റൻസിൻ്റെ സമ്മാണ്. അതായത് R1 പ്ലസ് R2 ചെയ്താൽ നമുക്ക് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇവിടെ കിട്ടും. 6 പ്ലസ് 2 8 ഓം ആണ് സീരീസ് ആയിരിക്കുമ്പോഴുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഇനി നമുക്ക് പാരലലിൻ്റെ കേസ് നോക്കാം. എങ്ങനെയാണ് രണ്ട് റെസിസ്റ്ററുകളെ പാരലലായിട്ട് നമ്മൾ കണക്ട് ചെയ്യുക? ഒരു റെസിസ്റ്റർ, ആ റെസിസ്റ്ററിന് പാരലലായി രണ്ടാമത്തെ റെസിസ്റ്റർ. ഇതിൻ്റെ റെസിസ്റ്റൻസ് R1 ആണ്, ഇതിൻ്റെ റെസിസ്റ്റൻസ് R2 ആണ്. ഇവിടെയാണ് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നത്. ഇതാണ് പാരലൽ കണക്ഷൻ. പാരലൽ കണക്ഷനിൽ എങ്ങനെയാണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക? ക്യാപിറ്റൽ R ഈസ് ഈക്വൽ ടു, ഇക്വേഷൻ ഇതാണ്, R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. R1 6 ഓം ആണ്, 6 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 6 പ്ലസ് 2, 12 ഡിവൈഡഡ് ബൈ 8 എന്നാണ് ആൻസർ വരുന്നത്. അതിനെ 4നെ കൊണ്ട് നമ്മൾ വെട്ടിക്കഴിഞ്ഞാൽ മേലെ 3ഉം താഴെ 2ഉം കിട്ടും. അതായത് ഇവിടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ക്യാപിറ്റൽ R എന്ന് പറയുന്നത് 3/2 ആണ്, അല്ലെങ്കിൽ 1.5 ഓം ആണ്. നമുക്ക് മറ്റൊരു കാര്യം ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. സീരീസ് ആയിട്ട് രണ്ട് റെസിസ്റ്ററുകളെ കണക്ട് ചെയ്യുന്ന സമയത്ത് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂടുകയാണ് ചെയ്യുന്നത്. പാരലലായി അതേ രണ്ട് റെസിസ്റ്ററുകളെ കണക്ട് ചെയ്യുന്ന സമയത്ത് അവയുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒന്ന് ഓർമ്മയിൽ ഉണ്ടാവണം.